जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. സീനിയർ ഡിവോട്ടീസിൻ്റെയൊക്കെ സാക്ഷാത്കാരങ്ങൾ ശേഖരിച്ച് വെച്ചാണ് അദ്ദേഹം എഴുതിയേക്കുന്നത്. അതിൽ ഒരു പ്രഭുപാദിന്റെ പേഴ്സണൽ സെർവൻ്റ് ആയിട്ടുള്ള ഒരു ഡിവോട്ടിയാണ് ശ്രുതകീർത്തി പ്രഭു. ശ്രുതകീർത്തി പ്രഭുവിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് പറയുന്നത്. പ്രഭുപാദിന്റെ പേഴ്സണൽ സെർവൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സർവീസ് എന്ന് പറയുമ്പം പ്രഭുപാദിന് വേണ്ടി കുക്ക് ചെയ്യുക, പിന്നെ പ്രഭുപാദിന് മസാജ് ചെയ്ത് കൊടുക്കുക, പിന്നെ ആ പ്രഭുപാദിന് ബെഡ് ഒരുക്കുക, ആ റൂം ക്ലീൻ ചെയ്യുക. ഇതൊക്കെയാണ് പേഴ്സണൽ സെർവൻറ്റിൻ്റെ ഡ്യൂട്ടി. സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ് പ്രഭുപാദിന് വരുന്ന കത്തുകൾ, മറ്റു കാര്യങ്ങൾ, ട്രാവൽ അറേഞ്ച്മെൻറ്റ്, ബുക്കിങ്സ്, ഇതെല്ലാം ചെയ്യുന്നത് സെക്രട്ടറിയുടെ ഡ്യൂട്ടി. അപ്പം ശ്രുതകീർത്തി പ്രഭു കുറേ വർഷങ്ങളായിട്ട് പ്രഭുപാദിൻ്റെ സെർവൻ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം പ്രഭുപാദ് പറയാറുണ്ട്, എൻ്റെ മോർണിംഗ് വാക്ക്, മസാജ്, എൻ്റെ ഡയറ്റ്, ഇതാണ് എൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതെന്ന് പറയാറുണ്ട്. അപ്പം ശ്രീല പ്രഭുപാദ് സാധാരണ ഏകദേശം 10 മണി ചെറിയ വെയിൽ ഉദിക്കുന്ന സമയത്താണ് മസാജിന് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ശ്രുതകീർത്തി പ്രഭുവിന് അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സർവീസുമാണ് ശ്രീല പ്രഭുപാദിന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം ആ സമയത്താണ് പ്രഭുപാദ് തൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞിട്ട് അന്ന് വന്ന ലെറ്റേഴ്സ് എല്ലാം വന്നിട്ട് വായിക്കാനായിട്ട് പറയുന്നത്. ലെറ്റേഴ്സൊക്കെ വായിച്ച് അതിന് ആൻസർ കൊടുക്കും പ്രഭുപാദ്. അപ്പം ശ്രുതകീർത്തി പ്രഭു ആദ്യം മസാജ് ചെയ്യുന്ന തലയാണ്. തല നല്ല മസാജ് ചെയ്തിട്ട് പ്രഭുപാദ് ഓക്കെ എന്ന് പറയുമ്പോഴാണ് പിന്നെ ശരീരത്തിലേക്ക് മസാജ് ചെയ്യുന്നത്. ആദ്യം ഫുള്ള് തല മസാജ്, പ്രഭുപാദ് ഓക്കെ എന്ന് പറയുന്നവരെ ഇങ്ങനെ മസാജ് ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ശ്രുതകീർത്തി പ്രഭു പറയാണ്, പ്രഭുപാദ് ചില ലെറ്റേഴ്സോ ചില എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളോ വരുമ്പം അതിനകത്ത് കൂടുതൽ ആഴത്തിൽ അതിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം പ്രഭുപാദ് അതിൽ അബ്സോർഡ് ആയിരിക്കും, ഈ മസാജ് നടക്കുന്നത് അറിയത്തില്ല. സാധാരണഗതിയിൽ മസാജ് 1 മണിക്കൂർ കൊണ്ടാണ് തീരുന്നത്. ചില സന്ദർഭങ്ങളിൽ പ്രഭുപാദ് ഇങ്ങനെ ആ കാര്യം ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ 2.5 മണിക്കൂർ വരെ എടുക്കും എന്നാണ് പറയുന്നത് ശ്രുതകീർത്തി പ്രഭു. അപ്പം ശ്രുതകീർത്തി പ്രഭുവിന് ഈ സർവീസ് വളരെ ഇഷ്ടമാണ്. എങ്കിലും ഇത്രയും ടൈം 2.5 മണിക്കൂർ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം ടയേർഡായി പോകാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അദ്ദേഹം പ്രഭുപാദ് തലയാട്ടുന്നത് വരെ തല മസാജ് ചെയ്യും, പിന്നെ ബോഡി മസാജ് ചെയ്യും. പക്ഷെ കുറച്ച് ദിവസം ആയപ്പോഴത്തേന് അദ്ദേഹത്തിന് തന്നെ തോന്നി ഇത്രയും മസാജ് ചെയ്തിട്ട് പിന്നെ ബോഡി മസാജ് ചെയ്യാം, പ്രഭുപാദ് പറയുന്നതിന് മുമ്പ്. അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്തു. പ്രഭുപാദ് ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഒരു ദിവസം പ്രഭുപാദ് പറഞ്ഞു, യു ഷുഡ് സ്റ്റോപ്പ് മസാജിങ് വെൻ ഐ ടെൽ യു ടു സ്റ്റോപ്പ്, നോട്ട് യു ടെൽ യു ടു സ്റ്റോപ്പ് എന്നിങ്ങനെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു. മസാജ് ഞാൻ പറയുമ്പോൾ നീ അത് നിർത്തിയാൽ മതി, നീ തന്നെ ചിന്തിച്ച് നീ അത് നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം പ്രഭുപാദിന്റെ ആ രീതിയിൽ പോയി തല മസാജ് ചെയ്ത് പ്രഭുപാദ് ഓക്കെ എന്ന് പറയുമ്പോൾ പിന്നെ ബോഡി മസാജ് ചെയ്യും. അങ്ങനെ പ്രഭുപാദ് നിർത്തുമ്പോൾ നിർത്താമെന്നാണ്. അത് ശ്രുതകീർത്തി പ്രഭു അദ്ദേഹം എൻ്റെ സാക്ഷാത്കാരമായിട്ട് അദ്ദേഹം പറയുന്നത്, ഇതൊരു സിമ്പിൾ ഇൻസ്ട്രക്ഷനാണ് ശ്രീല പ്രഭുപാദ് തന്നതെങ്കിലും നമ്മൾ ഭക്തിയുത സേവനത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ തൃപ്തിക്കനുസരിച്ച് നമ്മൾ സേവനം ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാന്റെയും ഭക്തന്മാരുടെയും തൃപ്തിക്കനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ, നമ്മുടെ തൃപ്തിക്കനുസരിച്ചല്ല എന്നുള്ളത് ശ്രുതകീർത്തി പ്രഭു എൻ്റെ സാക്ഷാത്കാരത്തിൽ പറഞ്ഞു.